ശൈത്യതരംഗത്തിൽ ഉത്തരേന്ത്യ വലയുകയാണ്. ജമ്മു കാശ്മീരിലെ അനന്തനാഗിലും വൻ മഞ്ഞുവീഴ്ച എന്ന വാർത്ത വരുന്നുണ്ട്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ 29 ട്രെയിനുകൾ ഇപ്പോൾ വൈകി കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 ദിവസത്തേക്ക് കൂടി ഡൽഹിയിൽ യെല്ലോ അലേർട്ടായിരിക്കുമെന്നും വിനീത വിജിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വല്ലാത്ത തണുപ്പായിരിക്കും. അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി നിൽക്കുമ്പോഴൊക്കെ കൈകാലുകൾ കോച്ചി വലിക്കുമോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള തണുപ്പാണ്, അതിശക്തമായിട്ടുള്ള മഞ്ഞുണ്ട്. ഒപ്പം അതിൻ്റെ ഏറ്റവും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കാറ്റുകൂടി വരുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എസ് കെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഇനി വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ പ്രതിസന്ധിയിലാക്കുന്നത് ഈ കനത്ത മഴയ്ക്ക് കൂടി സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയും ഏതാണ്ട് 5 മണിവരെയും ഡൽഹിയിലെ പ്രധാനപ്പെട്ട NCR മേഖലകളിലൊക്കെ തന്നെ മഴ ശക്തമായിട്ടുണ്ടായിരുന്നു. ഇന്നും ഡൽഹിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 2 ദിവസത്തേക്ക് കൂടി യെല്ലോ അലേർട്ട് തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞുണ്ട്, അത് ഈ റെയിൽവേ വ്യോമ ഗതാഗതത്തെയൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. നിലവിൽ 29 ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. വിമാന സർവീസുകളെയും ഈ മൂടൽമഞ്ഞ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ ഈ വിമാന ഏജൻസികളും ഒക്കെയായി ബന്ധപ്പെടണം. അവരുടെ സമയക്രമം കൃത്യമായി പാലിച്ച് വിമാനത്താവളത്തിലേക്ക് എത്തണമെന്നുള്ളതാണ് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ അനന്തനാഗിൽ ശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയുണ്ട്. ഈ യാത്രക്കാരൊക്കെ ഈ ടൂറിസ്റ്റുകളൊക്കെ പ്രത്യേകമായും ഈ ഉത്തരേന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ഈ ഘട്ടത്തിൽ പാലിക്കണമെന്നാണ് പറയുന്നത്. കാരണം ദൃശ്യപരിധി പല മേഖലകളിലും വളരെ കുറവാണ്. എസ് കെ.